അപ്രതീക്ഷിതമായിരുന്നു പുന്നപ്ര വേലിക്കകത്ത് വീട്ടിലെ നീക്കങ്ങൾ. പുലർച്ചെ 1:30 വി എസിന്റെ മകൻ വി എ അരുൺകുമാർ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തി. ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ വി എസ് മകൻ അരുൺകുമാറുമായി സംസാരിച്ചു. തീരുമാനങ്ങളെല്ലാം മാറ്റി. പിന്നെയെല്ലാം ചടുല നീക്കങ്ങൾ. 2:30 ഗൺമാൻമാർ സജീവമായി. വി എസിന്റെ ഔദ്യോഗിക വാഹനം സജ്ജമായി. വസ്ത്രങ്ങളടങ്ങിയ ബാഗ് കാറിലേക്ക്. വി എസിനായുള്ള കാത്തുനിൽപ്പ്. സമയം 3:15. കൃത്യം 3:45 വി എസ് കാറിൽ കയറി. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച പോലെ പിന്നെ പുറത്തേക്ക്. കഴിഞ്ഞ ദിവസം സമ്മേളനവേദി വിട്ട വി എസ് ഇനി സമ്മേളനത്തിലേക്കില്ലെന്ന സൂചന നൽകിയാണ് ആലപ്പുഴ വിട്ടത്. സമവായ ചർച്ചകൾക്കെത്തിയ എസ് ശർമ്മയ്ക്കും കെ ചന്ദ്രൻപിള്ളയ്ക്കും മുന്നിൽ പുതിയ ആവശ്യങ്ങൾ വി എസ് മുന്നോട്ട് വെച്ചു. TP കേസിലെ പ്രതികളായ PK കുഞ്ഞനന്ദൻ, ട്രൗസർ മനോജ് എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് വി എസ് ആവശ്യമുന്നയിച്ചത്. നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമറിയിക്കാമെന്ന് എസ് ശർമ്മ മറുപടി നൽകിയെങ്കിലും ഒരു പ്രതികരണവും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് വി എസ് മകനെ വിളിച്ചു വരുത്തുകയും കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിനനുസരിച്ച് തുടർകാര്യങ്ങൾ തീരുമാനിക്കാനാണ് വി എസിന്റെ തീരുമാനം. പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്നും വി എസ് തലസ്ഥാനത്തേക്ക് മടങ്ങി. ഈ മടക്കം പാർട്ടിയുടെ വേലിക്ക് പുറത്തേക്കാണോ? ക്യാമറമാൻ അഭിലാഷ് കേസിനോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, ആലപ്പുഴ.